തേജസ് തകർന്നു വീണു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദുബായ് എയർ ഷോയ്ക്കിടയിലാണ് തേജസ് തകർന്നു വീണത്. അതിൽ നമുക്ക് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പൈലറ്റിനെ ഇജക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ ഒരു പാരച്യൂട്ടിൽ പുറത്തേക്ക് പൈലറ്റ് ഇജക്ട് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ സുരക്ഷിതമായി എവിടെയെങ്കിലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാറുണ്ട് പൈലറ്റ്. പക്ഷേ ഇത് അങ്ങനെ പൈലറ്റിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പൈലറ്റിൻ്റെ പരിക്ക് ഗുരുതരമാണ് എന്നുകൂടി അറിയാൻ കഴിയുന്നു. എന്തായാലും അത് വലിയ തീകോളമായി മാറി. ആ ദൃശ്യങ്ങൾ പിടിപ്പെടുന്ന ദൃശ്യങ്ങളാണ്, ഭയപ്പെടുന്ന ദൃശ്യങ്ങളാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ തേജസ് വിമാനമാണ് ദുബായ് എയർ ഷോയ്ക്കിടെ അവിടെ തകർന്നു വീണത്. ഇപ്പോഴും പൈലറ്റ് സുരക്ഷിതനാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കാര്യത്തിൽ വരുന്നില്ല. അല്പസമയത്തിനകം അതിൽ സുരക്ഷിതനായി ഇരിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കാൻ കഴിയൂ. ബൽറാം തുടർന്ന്. ബൽറാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിൽ ഈ തേജസ്സിൽ എന്തോ ലീക്കുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം ഉണ്ടാവുകയും കേന്ദ്ര സർക്കാർ അത് ലീക്കല്ല, അത് വാട്ടർ ഡ്രിപ്പിംഗ് ആണ്, അത് സ്വാഭാവികം തന്നെയാണ്, അത് ഇന്റൻഷനലി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഓയിൽ ലീക്കേജ് എന്ന രീതിയിലുള്ള പ്രചരണം എന്നൊക്കെ പറഞ്ഞ് അതിനെ പൂർണ്ണമായി നിഷേധിച്ചതാണ്. ഇതിപ്പോൾ ഈ സംഭവത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ആരെങ്കിലും നൽകുന്നുണ്ടോ? ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ ബൽറാം? ഹഷ്മി, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉച്ചയ്ക്ക് 2:10 ഈ അപകടമുണ്ടായത്. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അപകടത്തിന് കാരണമായത് എന്ത് എന്നതുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങളോ ഔദ്യോഗികമായ വിശദീകരണങ്ങളോ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ കാണികൾ ഉൾപ്പെടെ നോക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തേജസ് വിമാനം, ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്ന് വീണത്. ഈ വിമാനം ഈ എയർ ഷോ നടക്കുന്നതിനിടെ, ഏരിയൽ ഷോ നടക്കുന്നതിനിടെ വിമാനം വളരെ പെട്ടെന്ന് വിമാനത്തിൽ നിന്നും പുകപടലങ്ങൾ ഉയരുകയും തുടർന്ന് അതിവേഗം താഴേക്ക് പതിക്കുകയുമായിരുന്നു. അതിനിടെ ഈ പൈലറ്റിന് അതിൽ നിന്നും ഇജക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ദാരുണമായ സാഹചര്യവുമുണ്ട്. ഈ പൈലറ്റിന്റെ അവസ്ഥ എന്ത് എന്നതുമായി ബന്ധപ്പെട്ടും ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളോ വിശദീകരണങ്ങളോ ലഭ്യമായിട്ടില്ല. എന്നാൽ ഈ രക്ഷാപ്രവർത്തനം ഈ പ്രദേശത്ത് പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇത് എയർ ഷോയ്ക്കിടെ ആണ് എന്നതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പുകൾ, എല്ലാ സന്നാഹങ്ങളും ഈ പ്രദേശത്ത് ഉണ്ട്. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഹഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തേജസ്സുമായി ബന്ധപ്പെട്ട നേരത്തെ വിവാദം ഉയർന്നിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും തന്നെ പ്രതിരോധ മന്ത്രാലയം തള്ളിക്കളഞ്ഞിരുന്നു. പ്രചരിച്ചത് ഈ തേജസ് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച കാര്യങ്ങൾ അത് വാസ്തവവുമായി ബന്ധമില്ല എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ മന്ത്രാലയം നൽകിയ വിശദീകരണം എന്നുള്ളത്. ആ വിവാദങ്ങളുമായി നിലവിലെ അല്ലെങ്കിൽ ഇന്നുണ്ടായ അപകടത്തിന് ബന്ധം ഇല്ല. അത്തരത്തിലുള്ള വിവരങ്ങളും നിലവിൽ ലഭ്യമല്ല. അതീവ ദാരുണമായ ഒരു അപകടമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിലെ സൈന്യങ്ങൾക്ക് ഉൾപ്പെടെ ഇന്ത്യ വിതരണം ചെയ്യുന്ന ഒരു ചെറു യുദ്ധവിമാനമാണ് തേജസ് വിമാനം എന്നുള്ളത്. ഇന്ത്യയുടെ പൂർണ്ണമായ ഇന്ത്യയിൽ വികസിപ്പിച്ച സാങ്കേതിക വിദ്യ, ഇന്ത്യയുടെ കമ്പോണൻസ് ഉപയോഗിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് നിർമ്മിച്ച ഒരു യുദ്ധവിമാനമാണ് തേജസ്, HAL തേജസ്. ആ തേജസ് യുദ്ധവിമാനമാണ് ദുബായ് എയർ ഷോയ്ക്കിടെ അപകടമുണ്ടാവുകയും തകർന്നു വീഴുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ എന്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.